മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയുടെ ഭാഗമായ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള ഭാഗത്ത് റോഡ് വികസനം സാധ്യമാക്കണമെന്ന ആവശ്യം. വനമേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന് വീതി വളരെ കുറവാണ്. റോഡിന്റെ പലയിടങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ടാറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച് റോഡിന്റെ നവീകരണം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് യാത്രയ്ക്ക് സഹായിക്കുന്ന പ്രധാന പാതകളിലൊന്നാണ് മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത. ഈ പാതയുടെ ഭാഗമായ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള പ്രദേശത്തെ റോഡ് വികസനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം. ഈ ഭാഗത്ത് റോഡ് കടന്നു പോകുന്നത് ചിന്നാർ വനമേഖലയിലൂടെയാണ്. വളരെ ഇടുങ്ങിയ പാതയാണിത്. എതിർദിശകളിൽ നിന്നും വരുന്ന രണ്ട് വാഹനങ്ങൾക്ക് പരസ്പരം മറികടന്ന് പോകുക പ്രയാസമുള്ള കാര്യമാണ്. റോഡിൽ നിന്നും ടാറിംഗ് വളരെ ഉയർന്നു നിൽക്കുന്നതിനാൽ റോഡിന് ഇരുവശവും ടാറിംഗിന് ശേഷം വലിയ കട്ടിംഗ് ആണ്. വാഹനങ്ങൾ പരസ്പരം മറികടന്നു പോകുന്ന കാര്യത്തിൽ ഇത് പലപ്പോഴും വാക്ക് തർക്കങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് മറയൂർക്ക്, ഉടുമൽപേട്ടയിൽ നിന്ന് മറയൂർക്ക് വരുന്ന റോഡാണ്. ഉടുമൽപേട്ടയിൽ നിന്ന് ചിന്നാർ വരെ നല്ല വീതിയും നല്ല റോഡുമാണ്. അത് ചിന്നാർ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് കിടന്നു കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടിക്കാർ വന്നിട്ട് അവർക്ക് റോഡ് വിട്ട് ഇറക്കാനും പറ്റില്ല. ഇവിടെ വന്നിട്ട് അവർ ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് 20,000 രൂപ 30,000 രൂപയുടെ പണിയാണ് വണ്ടിക്ക് വരുന്നത്. ഒരു ടോറസോ ഇല്ലെങ്കിൽ ഒരു ബസ്സോ ഒരു ജീപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് സൈഡ് കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടിയുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്. അവർക്ക് ഒന്നാമത് റോഡ് വിട്ട് ഇറക്കി അവർ ഓടിക്കില്ല. ഇവിടെയുള്ള വണ്ടിക്കാരെ ഇറക്കി കൊടുത്താലും അവർ ഒരു ബുദ്ധിമുട്ടിലാണ്. അവർക്കും വാടി തട്ടിയിട്ട് ഭയങ്കര പണികളാണ് വണ്ടികൾക്ക് വരുന്നത്. ടാറിങ്ങിൽ നിന്നും ചെറുവാഹനങ്ങൾ പുറത്തേക്കിറക്കിയാൽ അടിഭാഗം ഇടിച്ചു കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയുമുണ്ട്. മറയൂരിന് ശേഷം തുടരെ വളവുകളുള്ള പാത കൂടിയാണിത്. റോഡിന് ഒരു ഭാഗം വലിയ കൊക്കയും ഈ ഭാഗങ്ങളിലൊന്നും വേണ്ട വിധം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ല. വാഹനങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വലിയ കൊക്കയിലേക്ക് പതിക്കും. നിലവിൽ റോഡിന്റെ പലയിടങ്ങളിലും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ടാറിംഗ് ജോലികളടക്കം പൂർത്തീകരിച്ച് യാത്ര സുഗമമാകും വിധം റോഡിന്റെ നവീകരണം സാധ്യമാക്കണമെന്നാണ് ആവശ്യം.